ഹായ് കൂട്ടുകാരെ, നമ്മുടെ 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 14ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വലിയ ദിവസമാണ്. കാരണം ഇനി വെറും 7 ദിവസം മാത്രം ബാക്കി. ഇവിടെ വരെ എത്തിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ അഭിനന്ദിക്കാൻ മാത്രമല്ല ഇവിടെ വന്നത്, ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ്. ഇത്രയും ദൂരം എത്തിയിട്ട് ഇനി കൈവിടരുത്. ഡേ 1 നിനക്ക് ഓർമ്മയുണ്ടോ? പഠിക്കാൻ പോലും മടി തോന്നിയ ദിവസങ്ങൾ. എനിക്ക് കഴിയുമോ എന്ന സംശയം, ഫോൺ മാറ്റി വയ്ക്കാൻ പോലും ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് നീ കുറച്ച് മാറിയിട്ടുണ്ട് അല്ലേ? ഒരു പക്ഷേ ഇപ്പോഴും എല്ലാം പെർഫെക്റ്റ് അല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നീ ആ പഴയ ആളല്ല. എടാ, ഒരു ഓട്ടക്കാരൻ ഫിനിഷ് ലൈൻ കാണുമ്പോൾ അവൻ വേഗം കുറിക്കുമോ? ഒരിക്കലുമില്ല. അവൻ തൻ്റെ അവസാന ശക്തിയും അവിടെ ഉപയോഗിച്ച് ഓടും. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇനി 7 ദിവസം മാത്രം. ഈ 7 ദിവസം ആത്മാർത്ഥമായി ചെയ്താൽ ഒരു പുതിയ സ്റ്റഡി ഹാബിറ്റ് നിനക്ക് ലഭിക്കും. ആ ശീലം നിൻ്റെ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയും. ഒന്ന് വീട്ടിലേക്ക് നോക്കൂ. അമ്മ, അച്ഛൻ, അവർ ഒരു പക്ഷേ എല്ലാ ദിവസവും ഒന്നും പറയില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ടാകും. എൻ്റെ മകനോ മകളോ ജീവിതത്തിൽ നന്നായി വളരണം. നീ വിജയിക്കുന്ന ആ ദിവസം, ആ സന്തോഷം നിനക്കുള്ളത് മാത്രമല്ല, നിന്നെ വിശ്വസിച്ച എല്ലാവരുടെയും വിജയമാണ്. സോ ഇന്നത്തെ ചലഞ്ച്, ഇനി വരുന്ന 7 ദിവസത്തേക്കുള്ള ഒരു പ്ലാൻ എഴുതൂ. ഓരോ ദിവസവും എന്തു പഠിക്കും, എത്ര മണിക്കൂർ പഠിക്കും, എത്ര MCQs ചെയ്യും. പ്ലാൻ എഴുതി കഴിഞ്ഞാൽ ഇന്ന് തന്നെ അതിൻ്റെ ആദ്യ ദിവസം തുടങ്ങൂ. എടാ, ജീവിതത്തിൽ എല്ലാവർക്കും ഒരു അവസരം കിട്ടും. ചിലർ അത് തിരിച്ചറിയും, ചിലർ നഷ്ടപ്പെടുത്തും. ഈ 21 ദിവസത്തെ ചലഞ്ച് ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിലെ ആ അവസരമായിരിക്കാം. അതുകൊണ്ട് ഇനി 7 ദിവസം മാത്രം സ്വയം തെളിയിക്കൂ. സ്വപ്നത്തിന് വേണ്ടി അവസാനം വരെ പോരാടൂ. കാരണം ഒടുവിൽ വിജയിക്കുന്നത് ഏറ്റവും ബുദ്ധിമാനായ ആളല്ല, അവസാനം വരെ കൈവിടാത്ത ആളാണ്. ഡേ 14 പൂർത്തിയാക്കിയവർ കമൻറ്റ് ബോക്സിൽ എഴുതൂ 7 days to victory. നാളെ ഡേ 15 നമുക്ക് വീണ്ടും കാണാം.